അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30 ശനിയാഴ്ച. പിണറായി സർക്കാരിന്റെ അഴിമതിയും കൊള്ളയും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തെ നിയമപരമായി നേരിടാതെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് പ്രയോജനമില്ല. ED ഉദ്യോഗസ്ഥർ വന്നതും പോയതും ആഭ്യന്തര വകുപ്പിനെ അറിയിക്കാതെയാണ്. പിന്നെ എങ്ങനെ സംരക്ഷണം നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിൽ NIA പരിശോധന. തിരൂരങ്ങാടിയിൽ ലോറി നിറയെ സ്ഫോടക വസ്തുക്കൾ എത്തിയ സംഭവത്തെ തുടർന്നാണ് മലപ്പുറത്തെ തിരൂരങ്ങാടിയിൽ ഹോളോ ബ്രിക്സ് ഗോഡൌണിലും വണ്ടൂരിലുള്ള വീട്ടിലും പരിശോധന നടത്തിയത്. കാസർഗോട്ട് കടുമേനി സ്വദേശി ജോർജിന്റെ വീട്ടിൽ നിന്ന് 5 വർഷം പഴക്കമുള്ള ജെലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി. LDFിൽ അസാധാരണ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതുവരെ സംയുക്ത നിയമസഭാ കക്ഷിയോഗം ചേരാനായില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPIയുമായുള്ള തർക്കം രൂക്ഷമായതാണ് യോഗം വിളിക്കുന്നതിന് CPM മടിക്കുന്നത്. 50 വയസ്സു കഴിഞ്ഞ സർക്കാർ ഹയർ സെക്കൻഡറി അധ്യാപകർ സ്ഥാനക്കയറ്റത്തിന് വകുപ്പുതല പരീക്ഷകൾ എഴുതേണ്ടെന്ന ഇളവിന് എയ്ഡഡ് ഹയർ സെക്കൻഡറി അധ്യാപകരും അർഹരെന്ന് ഹൈക്കോടതി. സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യതകളും ചുമതലകളും സമാനമാണെന്ന വിലയിരുത്തിയാണ് ജസ്റ്റിസ് PM മനോജിന്റെ ഉത്തരവ്. കേരളത്തിലെ NCPയിലെ പിളർപ്പും പുതിയ പാർട്ടി പ്രഖ്യാപനവും AK ശശീന്ദ്രന്റെ വഞ്ചനയാണെന്നാരോപിച്ച് NCP സംസ്ഥാന പ്രസിഡന്റ് PM സുരേഷ് ബാബു. പാർട്ടി പിളർത്താനാണ് NDA ബന്ധം ആരോപിച്ചത്. മന്ത്രിയായിരുന്നപ്പോഴും ഏലത്തൂരിൽ മത്സരിക്കുമ്പോഴും ശശീന്ദ്രന് ഈ ആരോപണം ഉണ്ടായിരുന്നില്ല. ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും സ്ഥാനാർത്ഥിത്വം CPM എതിർത്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു. SI റാങ്ക് പട്ടികയിലുള്ള 43 പേർക്ക് ഉടൻ നിയമന ഉത്തരവ് നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ജൂൺ 9 കാലാവധി കഴിയുന്ന പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തുക. പത്മനാഭസ്വാമി ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരു മൂലം ഒരു വിഭാഗം തെറ്റായ വിവരങ്ങൾ നൽകിയതിനാലാണ് അമൂല്യ വസ്തുക്കൾ കാണാതായതെന്നും സുരക്ഷാ വീഴ്ചയുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയതെന്ന് ക്ഷേത്ര ഭരണസമിതി. ഇത് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷയായ ഭരണസമിതിയാണ് പോലീസ് റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. വൈശ്ശേരി പുല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ. ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. 14 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്നും തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ED. HDFC ബാങ്കിലെ ലോക്കറാണ് പരിശോധിക്കുക. ലോക്കറുള്ള അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നു. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കി മാറ്റുകയാണ് അടുത്ത 5 വർഷത്തെ പ്രധാന പ്രവർത്തന അജണ്ടയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. യുവാക്കൾക്കായി പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക, എല്ലാ ജില്ലകളിലും ടെക് ഹബ്ബുകൾ സ്ഥാപിക്കുക തുടങ്ങിയ 5 അജണ്ടകളാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചത്.
BJPയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നതിന് തെളിവാണ് കെ-റെയിലിനു ബദലായി അതിവേഗ റെയിൽ പദ്ധതി കൊണ്ടുവരാനുള്ള നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷത്തായതിന്റെ പേരിൽ അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കില്ല. പദ്ധതി വരണം എന്നതാണ് നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി നിലവിൽ വരും. 52 ദിവസം നീളുന്ന നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ്. നടി അൻസിബ നൽകിയ പരാതിയിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം തുടർ നടപടികൾ എടുക്കാൻ പോലീസ്. നടി ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SIക്കുമെതിരെ കേസെടുക്കണമെന്നാണ് അൻസിബയുടെ ആവശ്യം. വടകരയിൽ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിനാൽ വയോധികൻ ഇബ്രാഹിംകുട്ടി തീകൊളുത്തി ജീവനൊടുക്കിയ സംഭവത്തിൽ DCC സെക്രട്ടറി സുധീർ കുമാറിനെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ആവശ്യപ്പെട്ടു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 4 പ്രതികളുടെ പരോൾ താൽക്കാലികമായി തടഞ്ഞു. ആഭ്യന്തര വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ പുറത്തിറക്കില്ല. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് വിവാദമായിരുന്നു. 6 പ്രതികൾ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് കൂട്ടപ്പരോൾ വിവാദമായത്. സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ എക്സൈസ് മന്ത്രി M ലിജു. ഉദ്യോഗസ്ഥർ ആവശ്യമായ ശുപാർശകളും നിർദ്ദേശങ്ങളും എഴുതി നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിമുക്തി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കാനാണ് തീരുമാനം. ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് ലഭിച്ച ശാസ്ത്രീയ റിപ്പോർട്ടിലാണ് ഈ സൂചന. തട്ടിയെടുത്തത് പൂശിയ സ്വർണം മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 8 സാമ്പിൾ പരിശോധനാ ഫലങ്ങളാണ് കൈമാറിയത്. ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചത്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയും മുൻ SFI നേതാവ് K വിദ്യയും തമ്മിൽ വിവാഹിതരാകുന്നു. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ 11-നാണ് വിവാഹം. തൃക്കരിപ്പൂർ സ്വദേശിനിയായ വിദ്യ അധ്യാപികയാകാൻ വ്യാജരേഖ ചമച്ച കേസിലെ പ്രതിയായതോടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയായ ആർഷോ CPM ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ദൈവത്തിനു മുന്നിൽ എല്ലാ വിശ്വാസികളും തുല്യരാണെന്നും VIP-കൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ദർശന ക്രമീകരണങ്ങൾ മറ്റ് വിശ്വാസികൾക്ക് അസൗകര്യത്തിന് ഇടയാക്കരുതെന്നും മദ്രാസ് ഹൈക്കോടതി. വിശ്വഹിന്ദു പരിഷത്ത് പ്രസിഡന്റ് P ചൊക്കലിംഗം സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. വിജയ് കുട്ടികളെ ഉപയോഗിച്ച് വോട്ട് നേടിയെന്ന ഹർജി പരിഗണിക്കവേ രസകരമായ പരാമർശവുമായി മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് GR സ്വാമിനാഥൻ. വിജയ്ക്ക് വോട്ട് ചെയ്യാൻ കുടുംബ ഡോക്ടറെ തന്റെ പേരക്കുട്ടി പോലും സ്വാധീനിച്ചു. വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ വിജയ് മാമയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായും ജഡ്ജി പറഞ്ഞു. തമിഴ്നാട് വിജിലൻസ് മേധാവിയായി A അരുണിനെ നിയമിച്ചതിനെതിരെ മദ്രാസ് ഹൈക്കോടതി. സത്യസന്ധതയും വിശ്വാസ്യതയുമുള്ള ഉദ്യോഗസ്ഥർ ഇരുന്ന പദവിയിൽ സംശയത്തിന്റെ കണിക പോലും ഇല്ലാത്തവരെ വേണം നിയമിക്കാനെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അരുണിനെതിരായ മറ്റൊരു കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ പരാമർശം. കർണാടകയിൽ DK ശിവകുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബുധനാഴ്ച വൈകുന്നേരം 5:15-ന്. G പരമേശ്വരയും KJ ജോർജുമടക്കം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറുമായി DK ശിവകുമാർ കൂടിക്കാഴ്ച നടത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ എല്ലാ മുൻകരുതലും സ്വീകരിച്ചെന്ന് NTA. അടുത്ത കൊല്ലം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാകുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന രീതിയും മാറുമെന്ന് NTA മേധാവി പാർലമെന്ററി സമിതിയോട് വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് CBI. ഇതിനായുള്ള പോർട്ടൽ തയ്യാറാക്കിയത് IIT-യിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് പ്രതികരണവുമായി RSS. ജനാധിപത്യ സംവിധാനത്തിൽ തുറന്ന സംവാദങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും സാധാരണമാണെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖായ സുനിൽ അംബേദ്കർ പറഞ്ഞു. ഗ്രൗണ്ട് ക്യാമ്പയിൻ ആരംഭിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി.
ലൈഫ് ഓഫ് എ കോക്രോച്ച് എന്ന പേരിലാണ് ക്യാമ്പയിൻ. സാമൂഹിക പ്രശ്നങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ CJP ആഹ്വാനം ചെയ്തു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കാളിയാകാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 17 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തിയതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ 2.4% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസ് ഗുസ്തി സെലക്ഷൻ ട്രയൽസിൽ നിന്നും ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിനെ ഒഴിവാക്കാൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടു. ട്രയൽസിന് ഭാരപരിശോധനയ്ക്കിടെ അരങ്ങേറിയ നാടകീയ തർക്കങ്ങൾക്കൊടുവിൽ വിനേഷിനെ 53 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ ഫെഡറേഷൻ അനുവദിച്ചു. നേരത്തെ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിനേഷിന് ട്രയൽസിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.